5 ബ്രദേഴ്സ്. അതിൽ ഒരാൾ ധർമ്മപുത്രനായിട്ട് രാജൻ പി ദേവ് സാറിനാണ് കാണിക്കുന്നത്, മരിച്ചുപോയി കഥയിൽ. പിന്നെയുള്ളത് ഭീമൻ ഇന്ദ്രൻ ചേട്ടൻ, സഹദേവൻ ജഗദീഷ് ചേട്ടൻ, നകുലൻ പ്രശാന്ത് അലക്സാണ്ടർ ചേട്ടൻ, അർജുനൻ ഞാൻ. ഇതിപ്പോൾ ട്രെയിനിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. കാരണം പെട്ടെന്നല്ലേ എനിക്ക് ആ ഒരു സാധനം കിട്ടിയത്. അപ്പം അങ്ങനെ ഞാൻ വായിച്ച് അർജുനൻ എന്നുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ ആക്കി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ഷോട്ട് നമ്മുടെയാണ്. ഞാൻ കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ, ഇന്ദ്രൻ ചേട്ടൻ കുറച്ച് ചെറുതാണ്. അപ്പോൾ എന്നെ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് അപ്പോഴും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോകുന്ന പറയുമ്പോൾ സംസാരിച്ചില്ല. എന്നെ ഇങ്ങനെ വന്ന് ഒരു ഇതൊന്നുമില്ല, ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു സാധനമൊന്നുമില്ല. അടുത്ത് വന്ന് എന്നൊന്നിങ്ങനെ നോക്കി ഷോൾഡറിൽ 2 തട്ട് തന്നു. ആ തട്ട് കിട്ടിയിട്ടാണ് ഞാൻ നോക്കി. ഡിജിറ്റൽ വില്ലേജ് കണ്ടിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നൊരു കോൾ എന്ന് പറഞ്ഞ പ്രശാന്ത് ചേട്ടൻ്റെ. ജഗദീഷ് ചേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജഗദീഷ് ചേട്ടൻ ഭയങ്കര ഒരു പ്രൊഫസർ ഫീലാണ് എനിക്ക് എപ്പോഴും. നമ്മൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഒരു ആധികാരികതമായിട്ടാണ് ആധികാരികത ഉണ്ടാവും എല്ലാത്തിലും. ഇപ്പോൾ ദിലീപേട്ടനെ കണ്ടു, ക്യാരനാലിൽ നിന്ന് സംസാരിച്ചു. പ്രശാന്ത് ചേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ വലിയ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകും. കാരണം നമുക്കൊരു വിൻറ്റേജ് ജഗദീഷ് ചേട്ടൻ, വിൻറ്റേജ് ഇന്ദ്രൻ സാറിനെയൊക്കെ കാണാൻ പറ്റും. ആ ഒരു ഫാമിലി, വഴക്ക്, കുശുമ്പ്, കുന്നായ്മകൾ, പിന്നെ കലഹം, ആ ഒരു ബോണ്ടിങ്, സ്നേഹം, ഇമോഷൻ എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞ് ഫാമിലി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം